ബേക്കിംഗ് സോഡ, കേട് ഇതൊന്നും ഇല്ലാതെ ജ്യൂസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ജിലേബി റെസിപ്പി നോക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജിലേബിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ പൾസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് മാത്രം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യം പൾസ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം കുറേശ്ശെ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സ്പൂണിൽ കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓരോ പ്രാവശ്യമായിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറിലിരിക്കുന്ന ഉഴുന്ന് കിട്ടണം നമുക്ക് അരച്ചിട്ട്. അത്ര വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് വേണം നമുക്ക് ഈ ഉഴുന്നരയ്ക്കുമ്പോൾ കിട്ടാൻ. ഏകദേശം ഇതുപോലെ ഇരിക്കും. നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അരച്ചു വെച്ച ഉഴുന്നിലേക്ക് ഇനി 1/2 കപ്പ് കോൺഫ്ലവറും 1 പിഞ്ച് ഉപ്പും, ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗി എപ്പോഴും ഫുഡ് കളർ ചേർക്കുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ നല്ലൊരു തിക്കായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിനുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിവിടെ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. അതായത് പൈപ്പിംഗ് ബാഗല്ല യൂസ് ചെയ്യുന്നത്. നല്ലൊരു കോട്ടൺ ക്ലോത്തിൽ ഹോളൊക്കെ ഇട്ടിട്ട് ഒരു റൗണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് ക്ലോത്ത്. അപ്പോൾ നമുക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്ത് വാങ്ങുക. അതിൽ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് ഉണക്കി വെച്ചാൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ക്ലോത്ത് ഒന്ന് നനച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രം മാവ് ഒഴിക്കുക. എന്നിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് പ്രഷർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ ഒരു ഫ്ലോ കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര, അതുപോലെ 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. സിറപ്പ് ക്രിസ്റ്റലൈസ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ നെയ്യും ചേർക്കാം കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ജിലേബിക്ക് ഉണ്ടാവും. ഇത് ഒരുപാട് തിക്കാവൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ജിലേബി ഇടുമ്പോൾ ഷുഗർ സിറപ്പ് ചൂടുള്ളതായിരിക്കണം കേട്ടോ. ഇനി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാവാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ജിലേബി ഇതുപോലെ ചുറ്റി കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഒരു ട്രിപ്പ് മാത്രം ചിലപ്പോൾ നമുക്ക് ആ ഫ്ലോയിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാണുന്ന അത്ര ഡിഫിക്കൽട്ടി ഒന്നും ജിലേബി ഉണ്ടാക്കാനില്ല കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഇതും കൂടി കേട്ടോ. ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്ലോത്ത് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗിനെക്കാട്ടിയും ക്ലോത്ത് വെച്ചിട്ട് ജിലേബി ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് ആ ഫ്ലോയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ക്ലോത്ത് കിട്ടിയില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ക്ലോത്തിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലോയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എത്രയ്ക്ക് ക്രിസ്പി ആവണം എന്നുള്ളത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ജിലേബി എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. ഇനി നേരെ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഷുഗർ സിറപ്പിൽ ഒരു 5 മിനിറ്റോളം ഇട്ടതിന് ശേഷം അതും കോരി മാറ്റാം. ഷുഗർ സിറപ്പിൽ ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ജിലേബിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് സിറപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തതിന് ശേഷം മാറ്റിയെടുക്കാം. അപ്പോൾ അടിപൊളി ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നിറച്ച് സിറപ്പ് നിറഞ്ഞിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.